ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നുവല്ലോ. ഞാൻ എൻ്റെ വീട്ടിലെ കുറേ ചെടികളൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കുകയാണ്. ചെടികൾ വെക്കുക എന്ന് പറയുന്നത് ഒരനുഭവം തന്നെയാണ്. ഈ മുറ്റത്തിലെ ഓരോ ചെടിയും വീട്ടിലേക്ക് പുതുമയും സമാധാനവും കൊണ്ടുവരുന്നു. കിളികളൊക്കെ വീട്ടിലേക്ക് പറന്നു വരുന്നു. പ്രകൃതിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചെറിയ ശ്രമമാണ് ഈ ചെടികളും ഈ അക്വേറിയവുമൊക്കെ. ഓരോ ദിവസവും രാവിലെ ഈ പച്ചപ്പിനൊക്കെ കാണുന്നത് ദിനം കൂടുതൽ മനോഹരമാക്കുന്നു. ചെടികളെ പരിപാലിക്കുന്നത് ഒരു ഹോബിയല്ല, മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ്. മണ്ണിനോടും ചെടിയോടുമുള്ള സ്നേഹം ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. ഈ മുറ്റത്തിലെ ഓരോ ഇലയും പൂക്കളും പ്രകൃതിയുടെ ഓരോ പുഞ്ചിരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പച്ചപ്പ് നിറഞ്ഞ വീടുകളിൽ എന്തൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും സന്തോഷവും സമാധാനവും എന്നും നിറഞ്ഞിരിക്കും. നമ്മുടെ ഇവിടെ നിൽക്കുന്ന ചെടികളിൽ കിളികൾ കൂട് വെക്കാറുണ്ട്. ഈ നിൽക്കുന്ന മണിപ്ലാന്റിൽ കിളി കൂട് വെച്ചിട്ടുണ്ട്. പാമ്പ് കയറും, ഒത്തിരി പ്രശ്നങ്ങളൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. എന്നാലും ഇതുപോലുള്ള കൂടുകൾ വെച്ച് കൊടുത്താൽ കിളികൾ കൂട് വെക്കും. അവർക്കും സന്തോഷമാണ്, നമുക്ക് സന്തോഷമാണ്. 2 കുഞ്ഞുങ്ങളുണ്ട്. പൂച്ചകളിൽ നിന്നും പാമ്പിൽ നിന്നും ഒക്കെ ഞങ്ങളിവരെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ വിരിഞ്ഞു പൊങ്ങി നിൽക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. മിക്കവാറും 2 ദിവസത്തിനകം തന്നെ ഇത് പറന്നു പോകാനിടയുണ്ട്. വേനൽക്കാലം കഴിഞ്ഞ് മഴ തുടങ്ങിയതോടെ ഞാൻ എൻ്റെ ചെടികൾക്കൊക്കെ പ്രൂണിങ് നടത്തി. ഓരോ ടൂറ് കഴിഞ്ഞ് വരുമ്പോഴും ഒരു 10-15 ചെടികളെങ്കിലും ഉണങ്ങിപ്പോയിരിക്കും. വീണ്ടും ആദ്യം തൊട്ട് ചെയ്തു തുടങ്ങും. സ്നേഹത്തോടെ വളർത്തുന്ന ഓരോ ചെടിയും ജീവിതത്തിനൊരു ചെറിയ സന്തോഷം നൽകുന്നുണ്ട്. മുറ്റം നിറയെ പൂക്കളും പച്ചപ്പും ഉണ്ടെങ്കിൽ വീടിനും മനസ്സിനും ഒരു പ്രത്യേക സന്തോഷമാണ്. ചില പച്ചക്കറികളും ഗ്രോ ബാഗിൽ വളർത്തി ഇപ്പം മുറ്റത്തേക്ക് കയറ്റിയിട്ടുണ്ട്. വെള്ളമൊഴിക്കാൻ എളുപ്പമാണ്. പലതരം 10 മണികൾ പൂത്തു നിൽപ്പുണ്ട്. ഞങ്ങളുടെ വീട്ടുപേര് ചെടി കൊണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഗേറ്റിൽ കാറ്റ് ക്ലവും വേറൊരു പ്ലാന്റും കൂടെ കയറ്റിയിട്ടുണ്ട്. ബൊഗൈൻവില്ലയും പൂത്ത് കിടപ്പുണ്ട്. മണ്ണിനോടും ചെടിയോടുമുള്ള സ്നേഹം ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്നുണ്ട്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.